5 കിലോ പഞ്ചാര 5 2 കിലോ മൈദ 2 കിലോ മൈദ, ഒരു പാക്കറ്റ് പപ്പടം 1, ഒരു പാക്കറ്റ് ഓയില് 2 കിലോ അരി 2 കിലോ അരി. മൊത്തം 5 സാധനം. എത്ര സാധനമായി? 5 എണ്ണം. ഓക്കെ. ഏയ് ഒരു 1/2 കിലോ പഞ്ചാര അട്ടിക്കാണി. ഓക്കെ. നാളെ തന്ന ഓർഡർ ഇല്ല, ആ സാധനം എടുത്താ. അപ്പൊ പഴയ ബാലൻസും കൂട്ടിട്ട് 1500 റുപ്യായി. അപ്പൊ ഒരു ഓർഡർ വിളിച്ചിട്ടേ അവിടെ കൊണ്ടേ വിട്ടാളെ. ആയിക്കോട്ടെ. ഒരു 1/2 കിലോ പഞ്ചാര. നാളെ തന്നേ ഓർഡർ ഒന്ന് സ്പീഡ് അയക്കാം. ഏയ് ഒരു 1/2 കിലോ പഞ്ചാര തരിയേ. എന്നാലേ ആ സാധനേ ആ ഓട്ടോസിൽ വിട്ടാളി, പൈസ പോലും വന്നോളൂ കേട്ടാ. 1/2 കിലോ പഞ്ചാര. വേറെന്താ? ഒരു 50 ചായപ്പൊടി, ഒരു പാരച്ചൂട്ട് പൊളിച്ചെണ്ണ 20 റുപ്യ. കാക്കന്റെ എന്തേലുണ്ടാ? ഒന്നുമില്ല. എന്താ ഏതുപോലെ? 500 പഞ്ചാര, 50 ചായപ്പൊടി, 10 റുപ്യക്ക് പപ്പടം, 50 റുപ്യക്ക് അവല്, 20 റുപ്യ പാരച്ചോട്ട്. ആയിട്ടാ? അപ്പൊ നമ്മൾ പഴയതും കൂടി കൂട്ടിയിട്ട് 750 റുപ്യ കേട്ടാ. ഇത് കാക്ക 500 ഉള്ളൂ. ബാക്കിയോടെ ബാക്കി ഞാൻ അടുത്ത മാസം തരാം. ഇതൊരു സ്ഥിര ഏർപ്പാടാണല്ലോ. നമുക്ക് ഇവിടെ സാധനം വെറുതെ കിട്ടുമോ? ഏതായാലും അടുത്ത മാസം നിർബന്ധം തരണട്ടാ. നിങ്ങള് വരുമ്പോ ഫ്രൂട്ട്സ് കൊണ്ടുവരണട്ടാ. എന്താ 30? ആ അവിടെ വേറെ വേണ്ടി ഒരു 150 തക്കാളി അരി. അവിടെ ആ ഉള്ളി എടുക്കേ. ഒരു 150 തക്കാളി എടുത്തോളി. കൊറേ നേരമായി വന്നിട്ട് ഒരു 150 തക്കാളി കെട്ടിക്കണി. ഒന്നാര കാക്ക ഇവിടെ 1 കിലോ 2 കിലോ ചോദിച്ചാൽ കൊടുക്കാൻ സമയമില്ല. അതിന് നിങ്ങൾ ഈ 150 200 തക്കാളിക്ക് വന്നത് തൂക്കി കൊടുക്കാൻ ഇതിന് ആള് വേണ്ട ഇവിടെ. കാക്കങ്ങളോട് നിന്നിട്ട് കാര്യം ചേട്ടാ, ഇവിടെ എടുത്തരാൻ സമയമില്ല. ഇത് തിരക്കോ ചേട്ടാ, എന്നിട്ട് വേണം എടുത്തല്ലേ. 150 തക്കാളിക്ക വന്നിട്ടുണ്ട്. അത് ഇപ്പത്തെ കൈ തിരക്കുന്ന കാക്ക അവിടെ നിന്ന് തിരിയണ്ട. എത്ര നിങ്ങൾക്ക്? അന്നാന്ന് കിട്ടുന്ന കായ് കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചു നോക്കുമ്പോ നാട്ടുകാർ നിർമ്മതിക്കൂല. പൊങ്ങാച്ചാൻ കാട്ടുന്നവരെ എല്ലാവർക്കും ആവശ്യം. കടം വരുത്താതെ കഴിഞ്ഞു പോകാനേ വേറെ മാർഗം കാണില്ല.